നമസ്കാരം. നിരന്തരം അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിനു ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തൽ, അത്തരം പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ബുധനാഴ്ച രാവിലെ വയനാട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ വൈകുന്നേരത്തോടെ കൊച്ചിയിലെത്തിക്കുകയായിരുന്നു. കൊച്ചിയിലെത്തിച്ച ശേഷം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കില്ല. നാളെയായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. ബോബി ചെമ്മണ്ണൂരിനെതിരെ മറ്റു പരാതികൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഹണി റോസിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ബോബി ചെമ്മണ്ണൂർ കോയമ്പത്തൂരിൽ പുതിയ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് പോകാനിരിക്കെയാണ് വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ജുവലറിയുടെ ഉദ്ഘാടനം ഇന്നായിരുന്നു. ബോബി ചെമ്മണ്ണൂരും നടി ഹാൻസികയും ചേർന്നായിരുന്നു ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്നത്. ബോബിയെ കസ്റ്റഡിയിലെടുത്തിട്ടും ഉദ്ഘാടന ചടങ്ങുകൾ കോയമ്പത്തൂരിൽ നടന്നിരുന്നു. കൊച്ചിയിലെ അഭിഭാഷകരുമായി ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നത് ആലോചിച്ചിരുന്നുവെന്നാണ് വിവരം. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഹണി റോസ് ഇന്ന് മജിസ്ട്രേറ്റ് മുൻപാകെ രഹസ്യമൊഴി നൽകിയത്. ഇതിലെ വിശദാംശങ്ങൾ പുറത്തു വരില്ലെങ്കിലും പോലീസ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഏതൊക്കെ കുറ്റങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുക. നിലവിൽ ലൈംഗികമായി അധിക്ഷേപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന BNSലെ 75, IT ആക്ടിലെ 67 വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നടി ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയിൽ വ്യവസായി ബോബിക്കെതിരെ കൂടുതൽ വിവരങ്ങളുണ്ടോ എന്നതാണ് സംശയം. നിലവിൽ എടുത്തിരിക്കുന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ടോ എന്നതിൽ നിർണായകമാകുക ഈ രഹസ്യമൊഴിയായിരിക്കും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹണി റോസ് 2 മണിക്കൂറോളമാണ് രഹസ്യമൊഴി നൽകിയത്. ബോബിയെ ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത്. നേരത്തെ താൻ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് നേരിട്ട ദ്വയാർത്ഥം കലർന്ന ലൈംഗിക അധിക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും അടക്കമുള്ളവ വ്യക്തമാക്കിയാണ് ഹണി റോസ് പോലീസിന് പരാതി നൽകിയത്. കണ്ണൂർ ആലക്കോട് ബോബിയുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളടക്കം ഹണി റോസ് പരാതിയിൽ വിശദമായി പ്രതിപാദിച്ചിരുന്നു. അതിനുശേഷം പല വേദികളിലും തന്നെക്കുറിച്ച് നടത്തിയ ലൈംഗിക അധിക്ഷേപം കലർന്ന പരാമർശങ്ങളുടെയും മറ്റും ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി. തന്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തി തംബ്നെയിൽ സൃഷ്ടിച്ച് ഈ പരാമർശങ്ങൾക്ക് പ്രചാരം നൽകിയ 20ഓളം YouTube ചാനലുകൾക്കെതിരെയും നടി ഹണി റോസ് പരാതി നൽകിയിരുന്നു. ബുധനാഴ്ച വൈകിട്ടോടെയാണ് പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. നിരന്തരം അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസിന്റെ പരാതി. ഹണി റോസിന്റെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് നടപടി. പ്രതി മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കുമെന്ന സൂചനയുള്ളതിനാൽ എറണാകുളത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം അതിവേഗം വയനാട്ടിലെത്തി. കഴിഞ്ഞ ദിവസം മുതൽ വയനാട് മേപ്പാടിയിലെ ഫാം ഹൗസിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ. 1000 ഏക്കർ എന്ന പേരിലുള്ള ഇവിടെ റിസോർട്ടും തേയില എസ്റ്റേറ്റുമുണ്ട്. ഇവിടേക്കാണ് പുലർച്ചെയോടെ പോലീസ് സംഘം എത്തിയത്. പുലർച്ചെ 4 മണി മുതൽ 1000 ഏക്കറിന് സമീപം എറണാകുളത്ത് നിന്നുള്ള അന്വേഷണ സംഘവും വയനാട് SPയുടെ പ്രത്യേക സ്ക്വാഡും തമ്പടിച്ചിരുന്നു. തുടർന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂർ കാറിൽ ഫാം ഹൗസിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പോലീസ് സംഘം കാർ വളഞ്ഞാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ സ്വകാര്യ വാഹനത്തിൽ AR ക്യാമ്പിൽ എത്തിച്ചു. ഇവിടെ നിന്ന് എറണാകുളത്തേക്കും. പോലീസിന്റെ ബൊലേറോ ജീപ്പിലാണ് ബോബി ചെമ്മണ്ണൂറുമായി അന്വേഷണ സംഘം വയനാട്ടിൽ നിന്ന് കൊച്ചിയിലെത്തിയത്. പോലീസ് വാഹനത്തിലും ചെറുചിരിയോടെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ യാത്ര. ബൊലേറോ ജീപ്പിന്റെ 2ാം നിരയിലെ സീറ്റിൽ 2 പോലീസുകാർക്കിടയിൽ ഞെങ്ങിഞ്ഞെരുങ്ങിയായിരുന്നു ബോബിയുടെ യാത്ര. അതിനിടെ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസ് നടപടിയിൽ ഹണി റോസ് നന്ദി അറിയിച്ചു. കേരള സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരള പോലീസിനും താനും തന്റെ കുടുംബവും നന്ദി അറിയിക്കുന്നുവെന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം. കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് രഹസ്യമൊഴി നൽകുകയായിരുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് നടി രഹസ്യമൊഴി നൽകിയത്.